തൃശൂരിൽ വില്ലടം വിൽവട്ടം മേഖലകളിൽ മിന്നൽ ചുഴലി ശക്തമായ കാറ്റിൽ മരം വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. നടത്തറ ഭവൻ സ്കൂളിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണാണ് ഒരു അപകടമുണ്ടായത്. രക്ഷിതാക്കളുടെ വാഹനങ്ങളുടെ മുകളിലേക്കും മരം വീണു. മറ്റത്തൂരിൽ മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്ന് 10 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ ചേരുകയാണ് അവിടെ നിന്ന്. ലെവിൻ, എവിടങ്ങളിലൊക്കെയാണ് പ്രശ്നമുണ്ടായത്? ആർക്കും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? സനീഷ്, 3 പ്രദേശങ്ങളിലായാണ് മിന്നൽ ചുഴലി തൃശ്ശൂരിൽ 9 മണിയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിൽ വില്ലടം, ചേറൂർ, പൂച്ചട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലായി 3 സ്ഥലങ്ങളിലായി മിന്നൽ ചുഴലി ഉണ്ടായി. 1 മിനിറ്റ് മാത്രമാണ് മിന്നൽ ചുഴലി നീണ്ടു നിന്നതെങ്കിലും നിരവധി നാശനഷ്ടങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ മരങ്ങൾ വിവിധ പ്രദേശങ്ങളിലായി കടപുഴകി വീണിട്ടുണ്ട്. ചെറൂർ ഈ പൂച്ചട്ടിയിലെ ഭവൻ സ്കൂളിന്റെ LKG ഭാഗത്തേക്ക്, അല്ലെ LKG ക്ലാസ്സുകളിലെ കെട്ടിടങ്ങൾ നിലനിന്ന ഭാഗത്തെ ഷെഡിന് മുകളിലേക്കാണ് മരം മറിഞ്ഞു വീണത്. ആ സമയത്ത് കുട്ടികളാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങളൊന്നും, ആളപായങ്ങളോ അത്യാഹിതങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇരുന്നത് ഭാഗ്യമായി വേണം കണക്കാക്കാൻ. പക്ഷേ ആ സമയത്ത് സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് മുകളിലേക്ക്, കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേറൂരും അതോടൊപ്പം തന്നെ വില്ലിടത്തും ഇത്തരത്തിൽ സമാനമായ നിലയിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീണു. നമ്മൾ അവിടെ എത്തിയിരുന്നു. പക്ഷേ ആ സമയത്തേക്ക് അവിടുന്ന് മരങ്ങളടക്കം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സങ്ങൾ അടക്കം നീക്കി. ഇപ്പോൾ KSEBയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ലൈനിന് മുകളിൽ വീണ ഉണ്ടായ നാശനഷ്ടങ്ങളെ തുടർന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെറൂരിൽ ഈ പൂച്ചട്ടിയിലെ ഭവൻ സ്കൂളിലാണ് കാര്യമായി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. നിരവധി വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണതോടുകൂടി ഒട്ടേറെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മഴ ശക്തമായി തന്നെ ജില്ലയിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയും അല്പസമയം മുൻപ് വരെയും അതിശക്തമായ മഴയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഏതായാലും മലയോര മേഖലകളിലും തീരദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ജാഗ്രത തന്നെ പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. നന്ദി ലെവിൻ വിവരങ്ങൾക്ക്.